അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഈ സംരംഭത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ആകർഷൻ അഹമ്മദ് ഹാജി അവറുകളെ, സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ബാബ ഹാജി അവറുകളെ, ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ, വേദിയിൽ ഉപവിഷ്ടരായ ഉലമാക്കളെ, നേതാക്കളെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉസ്താദന്മാരായ കൗസരിമാർ, വാഫി ഉസ്താദന്മാർ, ഹാഫിളീങ്ങൾ, ഭൗതികം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അതേപോലെ ബോർഡിംഗ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന KM കൊടുങ്കൈ ഹനീഫി അവർകൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ സംരംഭത്തിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട അധ്വാനിച്ച ഗൾഫ് രാജ്യത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിൻ്റെ പരിസര പ്രദേശം കൂർനടുക്ക അടക്കമുള്ള ചുറ്റുഭാഗത്തിലുള്ള ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ സ്നേഹികളെ, ഇതിനു വേണ്ടി, ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത യുവാക്കളെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കളെ, മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സ്ഥാപിതമായ കർണാടക ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന കർണാടകയുടെ ആദ്യത്തെ സ്ഥാപനമായ ഈ മതകലാലയം, അതോടുകൂടെ ഭൗതികവും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ സ്ഥാപനം ദൈനംദിനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൗസരികളായും വാഫികളായും ഹാഫിളീങ്ങളായും ഭൗതികം പഠിച്ച് ഡിഗ്രി കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായും പുറപ്പെടുന്ന വലിയ ഒരു സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം മാറിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും വളരെയേറെ പേരും പ്രശസ്തിയും ഇതിന് വർദ്ധിച്ചു വരികയാണ്. റബ്ബ് തആല അവന്റെ മഹൽ ഫദ്ല് കൊണ്ട് ഖിയാമത്ത് നാൾ വരേക്കും ഇതിനെ നിലനിർത്തി തരട്ടെ. ഇതിന് തടി കൊണ്ടും മുതലുകൊണ്ടും വാക്കുകൊണ്ടും അധ്വാനിക്കുകയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു പ്രതിഫലമായി സ്വർഗം നൽകട്ടെ എന്ന് അല്ലാഹുവിനോട് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇവിടെ സന്നദ്ധാന സംരംഭവും അതേപോലെ ഇവിടെ പുതുതായി നിർമ്മിക്കപ്പെട്ട കെട്ടിട ഉദ്ഘാടനവുമാണ്
ഇവിടെ നടത്തപ്പെട്ടത്. സുദീർഘമായൊരു പ്രഭാഷണം നടത്തുന്നില്ല. അധ്യക്ഷ പ്രസംഗം നടക്കാനുണ്ട്. വളരെ ആകാംക്ഷയോടുകൂടെ നാം കാത്തു നിൽക്കുന്നത് ഖലീൽ ഹുദവി അവരുടെ പ്രൗഢഗംഭീരമായ പ്രഭാഷണമാണ്. ഒന്ന് രണ്ട് കാര്യം മാത്രം ഉണർത്തുകയാണ്. ഇവിടെ ഓതി പഠിച്ച വിദ്യാർത്ഥികൾ, ഹാഫിളീങ്ങൾ, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് ഖാല റസൂലുള്ളാഹി, ഖുർആനിൻ്റെ അഹ്ലികാർ അള്ളാഹുവിൻ്റെ അഹ്ലികാറാണ്. അള്ളാഹ്ക്ക് ഒരു അഹ്ലുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് മാതാവില്ല, പിതാവില്ല, സന്താനങ്ങളില്ല. അള്ളാഹുവിനോട് കുഫുവത്ത് ഒരാളുമില്ല. എന്നാൽ അള്ളാഹുവിനിക്ക് അഹ്ലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിനിക്ക് അഹ്ലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും അഹ്ലുണ്ട്. നമുക്ക് ഭാര്യമാരുണ്ട്, നമുക്ക് മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ അഹ്ലി എന്ന് പറയാൻ പറ്റുന്നൊരു വിഭാഗം ഈ ഭൂലോകത്തുണ്ടെങ്കിൽ അത് ഖുർആനിൻ്റെ അഹ്ലികാരാണ്. ഖുർആനെ മനഃപ്പാഠമാക്കുന്നവരാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്, ഖുർആനിലായി സമയം കഴിയുന്നവരാണ് എന്ന് നബിയുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ഗ്രേഡ് അഹ്ലുല്ലാഹ്. ഈ ബിരുദം നേടിയ വിദ്യാർത്ഥികൾ 180ഓളം ഇവിടെ പഠിക്കുന്ന ഹാഫിളീങ്ങളായ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ അല്ലാഹുവിന്റെ അഹ്ലാണ്. അവർ അത്രയും വലിയ ഗ്രേഡും സ്ഥാനവുമാണ്. യു പിയിലെല്ലാം കാണാം, ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ, ദൗറ കഴിഞ്ഞാൽ അവരെ കുതിരപ്പുറത്തെല്ലാം കയറ്റിയിരുത്തിയിട്ട് പുതിയാപ്പിളയാക്കിയിട്ട് ദഫ് മുട്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ച വളരെ മനോഹരമാണത് കാണാൻ. ഞാനൊക്കെ ദയ്യൂബന്തിൽ പഠിക്കുന്ന കാലം കണ്ടതാണ്. അവരൊക്കെ ആ നില കാണാതെ കുതിരപ്പുറത്തെ കയറ്റിയിരുത്തി പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് തലക്കെട്ട് കിരീടമൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് അവരെ ആദരിച്ച് റോഡുകളിലൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ച ഏത് കാണികളെയും അത് സന്തോഷിപ്പിക്കും. എൻ്റെ സത്യത്തിൽ ഇവിടെ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. നമ്മുടെ നൂർ മുഹമ്മദ് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾ. അയാളുടെ മകനിക്ക് ഹാഫിളായതിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്ക് മകനിക്ക് കൊടുത്തത് വാപ്പയാണ്. എന്നിട്ടത് കഴിഞ്ഞിട്ട് മുഖവും നെറ്റിത്തടം കൂട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. ആദ്യം എനിക്ക് ചിരി വന്നു. തുടക്കത്തിൽ മകനിക്ക് വാപ്പ കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടായി. അവസാനം സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ആ മകന് കൂട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന രംഗം കണ്ടപ്പോ പടച്ച തമ്പുരാനെ, ഒരു മകൻ ഒരു ഹാഫിളായതിൻ്റെ പേരിൽ ഇത്ര മാത്രം ആ വാപ്പാക്കുണ്ടായത്. അയാളൊരു 10 കോടി സമ്പാദിച്ചാൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷമല്ല അത്. അയാളുടെ ഒരു മകൻ അള്ളാഹുവിൻ്റെ ഖുർആന് 114 സൂറത്തുകൾ മനഃപ്പാഠമാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തിൻ്റെ ആ ഒരു പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ഖുർആൻ എന്ന് പറയുമ്പോഴേക്ക് ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യഖില്ലൽ ഫുഖഹാഉ വയകുസറൽ ഖുറാഉ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്
ഖുർആൻ പോലുള്ള കാര്യങ്ങൾ അധികരിക്കുക, അതേ സമയത്ത് ഖുർആനിന്റെ അർത്ഥം അറിയുന്ന അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകാർ ഉലമാക്കൾ കുറഞ്ഞു പോവുക എന്നുള്ളത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നബിത്തങ്ങൾ പറഞ്ഞ ഹദീസാണ് പറയുന്നത്. ഖുർആൻ മനപ്പാടാക്കുന്ന ആൾ അധികരിക്കും, ദീന് പഠിക്കുന്ന ആളുകാർ കുറഞ്ഞു പോകും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇപ്പൊ എല്ലായിടത്തും ദർസിനെല്ലാം മാറ്റിവെച്ച് ദർസ് വേണ്ടാന്ന്, ഹിഫ്ള് കോളേജ് തുടങ്ങാന്ന്. അത് നമുക്ക് കാണാനൊരു ഭംഗിയാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ഒരു നഷ്ടമുണ്ട്. വലിയ ദീനിന്റെ ഒരു അറിവാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ ഈ സ്ഥാപനം അങ്ങനെ അല്ല. ഇവിടെ ഖുർആനെ ഹിഫ്ളാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആനെ പഠിച്ച് കൗസരിയായിട്ടോ വാഫിയായിട്ടോ പുറത്തിറങ്ങാനുള്ളൊരു സംവിധാനം കൂടി അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. വെറും ഖുർആൻ പഠിച്ചിട്ട് ഇറങ്ങി ആരും മതിയാവൂല, അതിന്റെ അർത്ഥങ്ങളും അറിയണം. നോക്കി എത്ര വലിയ വഴി തെറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയോ? പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആയത്ത് ഞാൻ പറയാം. فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة. ഇതൊരായത്താണ്. ചേകനൂർ തെറ്റ് കണ്ടുപിടിച്ച ഒരു ആയത്ത്. അല്ല പറഞ്ഞത് തെറ്റ്. ചേകനൂർ എന്ന് പറയുന്നതിനെ കേട്ടിട്ടില്ലേ? അവന്റെ മയ്യത്തന്നെ ഇവിടെ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ. ഓൻ പറയുന്ന തിൽക്ക 10 കാമിലാണ്, ഖുർആനല്ല, ആരോ കൂട്ടിച്ചേർത്തിനെ. എടമുറുകു എന്ന് പറയുന്ന ഒരുത്തനുണ്ടായി, ഇസ്ലാമിന്റെ ഒരു ശത്രു, ഒരു യുക്തിവാദി. ഓന് പറഞ്ഞത് ഖുർആനിക്ക് എണ്ണാൻ അറിയുന്നില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ഒരു എണ്ണ പോലെ അറിയാത്ത ഒന്നാണ് ഖുർആന്. എന്താണ് അത് അവർ പറയുന്നത്? ഇങ്ങോട്ട് നോക്കി. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഒരാൾ ഹജ്ജ് മാസമാണ്, ഹജ്ജിക്ക് ഇഹ്റാം കെട്ടേണ്ട മാസമാണ് ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് 10ന്റെ ഉള്ളിലായിട്ട്. ആ മാസത്തിൽ ആരെങ്കിലും ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയാൽ അതേ കൊല്ലം അയാൾ ഹജ്ജും ചെയ്യുന്നു എങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ട് മക്കത്തെത്തിയിട്ട് കാബൻ തവാഫ് ചെയ്തിട്ട് സഫാ മറുവിൽ പോയിട്ട് സഈ ചെയ്തിട്ട് മുടി കളഞ്ഞിട്ട് ഹല്ലുലായി ഒഴിവായാൽ പാൻറ്റോട ഷർട്ടോട ഭാര്യ ഉണ്ടെങ്കിൽ റൂമായിട്ട് വന്നിട്ട് താമസിക്കാം, ഭാര്യയുമായിട്ട് ഇടപഴകാം, എല്ലാം ഹലാലായി. തമത്തു ഹറാമായത് മുഴുവനും ഹലാലായി. ഏതുവരെ? ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നത് വരെ. ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ട മാസത്തിൽ ഉംറയ്ക്ക് ആരെങ്കിലും ഇഹ്റാം കെട്ടുകയും അതേ കൊല്ലം ഹജ്ജിന് ഇഹ്റാം കെട്ടുകയും ചെയ്യുന്നു എങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, ബലിമർഗത്തിൽ നിന്നിട്ട് എളുപ്പമായ ഒന്നിന് ഓന് അർത്ഥ കൊടുക്കണം. ഒരു ആടർത്ത് കൊടുക്കണം. ഞങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെ. ആടർത്തിട്ട് കൊടുക്കണം. ആട് ഒരാൾക്ക് അർത്ഥ കൊടുക്കാൻ കിട്ടിയില്ല, സാധിച്ചില്ല എങ്കിൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ദുൽഹജ്ജ് 10-ന് മുമ്പ് 3 നോമ്പ് നോക്കണം. എത്ര? 3 നോമ്പ്. അതിന് പരിഹാരം അർത്ഥ കൊടുക്കാത്തതിന്. നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ 7 നോമ്പും കൂടി പിടിക്കണം. ഇപ്പൊ എത്രയായി? 3, 7, 10 ആർക്കും അറിയലേ? അറിയോ ഇല്ലേ? എന്നിട്ടല്ല പറഞ്ഞത് തിൽക്ക 10 കാമിലാണ്, അത് പരിപൂർണമായ 10 ഇത് അകത്യമുണ്ടാ നോക്കിയേക്കുന്നത്. ആര് ചോദിക്കുന്നത്?
ചേകനൂർ ചോദിക്കും 7, 3, 10 ഏത് പൊട്ടനും അറിയേലേ. പിന്നെ അല്ലാതെ പറയണ തിൽക്ക അശറത്തും കാമിലാണ്. ഇനി തിൽക്ക അശറത്തു എന്ന് പറഞ്ഞാലും മതി, അങ്ങനെ പറയുന്നെങ്കിലും 10 കാമില പൂർണ്ണമായ 10 പറയുന്നേ. അപ്പൊ പൂർണ്ണ അല്ലാത്തൊരു 10 ഉണ്ടാ? ഇതാരോ ഇടയിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് ഓൻ പറയുന്നത്. എടമുറുക് പറയുന്നത് ഇത് ഖുർആനിക്ക് എണ്ണാൻ അറിയുന്നില്ല. 7, 3, 10 ആർക്കും അറിയും. പിന്നെ തിൽക്ക അശറത്തും കാമിലാന്ന് പറയുമ്പോൾ ഒരു എണ്ണം പോലും അറിയാത്ത കൗമാണ് ഓർ. എന്നാൽ എന്തിനാണ് അങ്ങനെ പിന്നെ തിൽക്ക അശറത്തും കാമിലാന്ന് പറഞ്ഞത്? അതിന്റെ രഹസ്യം എന്താണ്? അത് വെറുതെ പറഞ്ഞതല്ല മോനെ. അതെങ്കാലം അല്ലാഹു പറഞ്ഞിരുന്നില്ല എങ്കിൽ വലിയ ഒരു അബദ്ധം സംഭവിക്കുമായിരുന്നു ഇവിടെ. എന്താ? ആ 3 നോമ്പ് ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ദുൽഹജ്ജ് 10 ഉള്ളിലായിട്ട് 3 നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നാട്ടിൽ വന്നാൽ 7 നോമ്പ് നോക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. ഈ പറഞ്ഞത് അല്ലാഹുവെങ്കാലും തിൽക്ക അശറത്തും കാമിലാന് പറഞ്ഞിരുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്ന ആള്, ചിന്തിക്കുന്ന ആളുകാര് അവർ ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു 3 നോമ്പ് ഇഹ്റാമിൽ മക്കത്ത് നോക്കാന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ 7 നോമ്പാണ് നാട്ടിൽ വന്നിട്ട് നോക്കേണ്ടത്. നാട്ടിലാകുമ്പോൾ 7 നോക്കണം, മക്കത്താകുമ്പോഴേക്ക് 3 നോക്കിയാൽ മതി. കാരണം എന്ന് പറഞ്ഞില്ല, ഇദാ റജഅതു എന്നാണ് പറഞ്ഞത്, പറഞ്ഞില്ല. വേറെ 7 നോമ്പൂനല്ല പറഞ്ഞത്. അങ്ങനെയാകുമ്പോ ചിന്തിക്കുന്നവരാണ് ചിന്തിച്ചിട്ട് ഗവേഷണം ചെയ്തിട്ട് മനസ്സിലാക്കുമായിരുന്നു മക്കത്ത് 3 പിടിക്കാൻ ഇഹ്റാമിൽ കഴിഞ്ഞില്ല എങ്കിൽ നാട്ടിൽ വന്നിട്ട് 7 നോക്കിയാൽ മതി എന്ന്. അങ്ങനെ അല്ല, തിൽക അശറത്തുൻ കാമില, അത് പരിപൂർണമായ 10 തന്നെ. എങ്ങനെ? അവിടെ 3 പിടിക്കണം, ഇവിടെ 7. അതെനിക്ക് പകരല്ല ഇത്. കാമിലാൻ എന്തിനാ പറഞ്ഞത്? കാമിലാനെ പറഞ്ഞാൽ ആടായിരുന്ന അറുത്ത് കൊടുക്കേണ്ടിയിരുന്നത്, അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നോമ്പ് പിടിക്കുന്നത്. ആട് അറുത്ത് കൊടുത്താൽ കിട്ടുന്ന കാമിലായ പ്രതിഫലം ഈ 10 നോമ്പ് നോക്കിയാൽ കിട്ടും. അതിൽ ഒരു കുറവുമില്ല എന്നറിയിക്കാനാണ്. ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. എടകമുറുകനെ പോലത്തെ ഒരു ഇടമുറുകിന് വരൂലാന്ന് പറയാൻ പറ്റൂല. ചേകന്നൂരിനെ പോലത്തെ ഒരുത്തനും ഉണ്ടാകൂലാന്ന് എങ്ങനെ പറയും? നിങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അവിടെയാണ് ഖുർആനിന്റെ ആഴത്തിൽ നാം ഇറങ്ങേണ്ടത്. ഖുർആനിന്റെ രഹസ്യം മനസ്സിലാക്കണം. ചോദിക്കും അവനിക്ക് മറുപടി നൽകാൻ കഴിയണം. വെറും ഖുർആൻ ഹിഫ്ളാക്കിയാൽ പോരാ. മാഷാ അല്ലാഹ്, നമ്മുടെ KIC അങ്ങനെയല്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ നിബന്ധന ഹാഫിളായിട്ടും പഠിക്കണം, ആലിമാവണം. ഹാഫിളും ആലിമുമാകണം. വെറും ഹാഫിള് മാത്രമല്ല, ആ നിലയ്ക്ക് ഹാഫിളും ആലിമുമാകാനുള്ള എല്ലാ സംവിധാനം നമ്മുടെ സംഘാടകരും ഗൾഫ് കമ്മിറ്റിയും നാട്ടുകാരും പരിസരവാദികളും ഒക്കെ അത് ചെയ്തു വരുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തിയാക്കട്ടെ. അവരുടെ അധ്വാനങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ. ഖിയാമത്ത് നാൾ വരേക്ക് ആലിമീങ്ങളായ ഹാഫിളീങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങാൻ റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് സഹായിക്കുന്ന സഹകരിക്കുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ധാരാളം സ്ത്രീകൾ. ഇപ്പോഴും തന്നെ ഇവിടെ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിന്റെ പൊരയിൽ നിന്നിട്ട് ഒരു സ്വർണം, 2 കാതിലേക്ക് വെക്കുന്ന സ്വർണം ഇവിടെ 2 എണ്ണം ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആ വീട്ടുകാർക്ക് നിന്റെ സ്വർഗത്തിന്റെ സ്വർണങ്ങൾ നീ ധരിപ്പിക്കണേ അല്ലാ.
പടച്ചവനെ അവർക്ക് സ്വർഗത്തിന്റെ വിഭവങ്ങൾ നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ പരവതാനി വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ തലയിണകളും മെത്തകളും കൊടുക്കണേ അല്ലാ. അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും ചൊരിച്ചു കൊടുക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അവരെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അവരെ കുടുംബങ്ങളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അവർക്ക് ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാ. അവരെ പെണ്ണ മക്കൾക്ക് ധാരാളം സ്വർണങ്ങൾ അണിയിച്ച് കെട്ടിച്ചു കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ പെണ്ണ മക്കളെ സന്തോഷിപ്പിക്കുന്ന നല്ലവരായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. അവരെ ആണമക്കളെ ദീനിന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആ വീട്ടുകാരെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ഖബറുകളെ സ്വർഗഭവനമാക്കണേ അല്ലാ. നമ്മെല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാ. എത്രയോ ആളുകാർ പെണ്ണുമക്കളെ കെട്ടിച്ചു കൊടുത്ത് മക്കളില്ലാതെ വിഷമിക്കുന്നു. നമ്മുടെ പെണ്ണുമക്കളെ കെട്ടിച്ചു കൊടുത്തിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നു. റബ്ബേ പടച്ചവനെ, ഹാഫിള് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ബറക്കത്ത് കൊണ്ട് റബ്ബേ അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഹാഫിളുകളുണ്ടല്ലോ, അവരെ ബറക്കത്ത് കൊണ്ട് ഈ മക്കളെ കൊടുക്കണേ അല്ലാ. സാലിഹീങ്ങളെ മക്കളെ മുഖം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കണ്ണേറെ സിഹറുകൾ നമുക്ക് നമ്മുടെ മക്കളെ തൊട്ട് നീ ബാത്തിലാക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ദീനിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദീനിന് വേണ്ടി ജീവിക്കാനാണെങ്കിലും നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നമ്മൾ രോഗികളായി കഴിയുന്ന നമ്മുടെ വാപ്പാമാരുണ്ട്, ഉമ്മാമാരുണ്ട്, കുടുംബത്തിൽ ധാരാളം പേരുണ്ട്, നാട്ടുകാരുണ്ട്, വീടുകളിലും ഹോസ്പിറ്റലുകളിലും കിടക്കുന്നവരുണ്ട്, കിഡ്നി ഫെയിലായവരുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. പഠിച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. നമ്മെ നീ രോഗികളാക്കല്ല അല്ലാ. ജീവിക്കുന്നത്ര കാലം ആഫിയത്തോട് ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാ. നമ്മുടെയും അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവരുടെ ഖബറുകളെയും നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. നമ്മയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ മന്നാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.